ആദ്യത്തെ ഹീറ്റ്സിലുള്ള മനോഹരമായിട്ടുള്ള വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അണിനിരന്നിരിക്കുകയാണ്. ഏറ്റവും അച്ചടക്കത്തോടെ. ഈ ഒരു അച്ചടക്കം ഇനി അങ്ങോട്ട് കാണാൻ സാധിക്കത്തില്ല. ഇനി അങ്ങോട്ട് പറക്കാൻ പോവുകയാണ് അല്ലേ, ഇനി അങ്ങോട്ട് പറക്കാൻ പോവുകയാണ്. കളിവള്ളങ്ങളെല്ലാം തന്നെ 4 ഹീറ്റ്സിലുള്ള വള്ളങ്ങൾ. ജോജിയുടെ ആദ്യത്തെ 4 ഹീറ്റ്സിലെ വള്ളങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. അതായത് ഹീറ്റ്സ് ഒന്ന് ആരംഭിക്കുകയാണ്. അതിലെ 20-ാം നമ്പർ വള്ളമായിട്ടുള്ളത് കൈനഗിരി ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ആനാരിയാണ്. രണ്ടാമത്തെ ട്രാക്കിലെ ഈ 10-ാം നമ്പർ വള്ളം വെള്ളംകുളങ്ങര സെന്റ് ജോസഫ് ബോട്ട് ക്ലബ്ബ് കായൽപ്പുറം പുത്തൻ വള്ളമാണത്. സാബു കായ്പള്ളി എന്റെ ക്യാപ്റ്റനും റോണി മഴൂർ അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ. മൂന്നാമത്തെ ട്രാക്കിലെ നമ്പർ 16 കരുവാറ്റ ശ്രീ വിനായകൻ, അത് മങ്കുമ്പ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. ടോമി ചാക്കോയാണ് എന്റെ ക്യാപ്റ്റൻ, ലിനു ജോസഫ് ആണ് എന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ. തീർച്ചയായിട്ടും അടുത്ത ക്യാപ്റ്റൻ നിന്ന് കണ്ടുവെച്ചോളൂ. ട്രാക്ക് 4 നമ്പർ 3 ആ വള്ളം കാരിച്ചാൽ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള പ്രമുഖയുടെ ഒന്ന് പറഞ്ഞ കാരിച്ചാലിനെ പറ്റി ഒന്ന് വർണ്ണിച്ചേ. കാരിച്ചാൽ എന്ന് പറഞ്ഞാൽ തന്നെ തീർന്നില്ലേ? നെഹ്റു ട്രോഫി അല്ല വള്ളംകളി അടക്കി ഭരിക്കുന്ന കാരിച്ചാലിന്റെ ചക്രവർത്തിയാ, ജലചക്രവർത്തി കാരി. അവൻ കുത്തും. അതായത് ഈ കുട്ടനാട്ടുകാർ എല്ലാത്തവർക്കും വേണ്ടിയിട്ട് കാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സുലഭമായി കിട്ടുന്ന ഒരു മീനാണ്. അതിന്റെ മുൻഭാഗത്ത് മുള്ളുകളാണ്. പിടിക്കാൻ അറിയാത്തവനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ കൊണ്ടുപോകുന്നതാണ്. നമ്മളെ കുഞ്ഞുനാളിൽ നമ്മൾ മീൻ പിടിക്കാനൊക്കെ നമ്മുടെ കാരണവുമായി പറയടാ സൂക്ഷിച്ചോ, അല്ലെങ്കിൽ നിന്റെ പിടുങ്ങാണ്ടി കൊണ്ടുപോകുന്നു പറയും. അപ്പൊ തീർച്ചയായിട്ടും കാരിച്ചാൽ ഒരു കാരിയാണ്. കാരിയുടെ ക്യാപ്റ്റൻ രഞ്ജിത്ത് സജീവാണ്, ബിജു ആണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ. മറ്റൊരു കാര്യം തുഴയുന്നതും കാരിച്ചാൽക്കാരാ. ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷം PBCയിലാണ് ചരിത്രം കുറിച്ചതെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കാരിച്ചാൽ ചരിത്രം PBCയിൽ കുറിച്ചുവെങ്കിൽ ഇക്കുറി അത് ഞങ്ങളാണ്. ഞങ്ങൾ ഏറ്റെടുത്തു കരക്കാർ. ആ കരക്കാരാണ് കാരിച്ചാലിനെ കൊണ്ട് ഇപ്പൊ വരുന്നത്. റെക്കോർഡുകളുടെ പെരുമഴ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാരിച്ചാൽ അത്രയും റെക്കോർഡുകളുള്ള ഒരു വള്ളവും 16 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട വള്ളം. പലവിധ വള്ളംകളികളിൽ മനോഹരമായിട്ട് ചേർത്ത് വള്ളം. നേരത്തെ പ്രമോട്ടം പറഞ്ഞതൊക്കെ മോഹൻലാലിന്റെ ഒരു ഇടം ആ ചരിവാണതിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ലോകത്തുള്ള എല്ലാ വള്ളംകളി പ്രേമികളുടെയും ആഘോഷത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് ആരാധക വൃന്ദമുള്ള കാരിച്ചാൽ ചുണ്ടൻ ചരിഞ്ഞാണ് നിൽക്കുന്നതാണ്. ചരിവാണ് അവന്റെ അഴക് അല്ലെ. ഇത് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആകാശ കാഴ്ച ഇവിടെ ഉണ്ട്. ചുണ്ടൻ ഒന്നാമത്തെ ട്രാക്കിൽ ആനാരി, രണ്ടാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര, മൂന്നാമത്തെ ട്രാക്കിൽ ഈ കൈനഗിരി ടൗൺ ക്ലബ്ബ് തുടയുന്ന ആനാരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പായിപ്പാട് ജലോത്സവത്തിന്റെ ആദ്യകാലത്ത് മുതലേ കളിവള്ളങ്ങളുടെ നാടാണ് ആനാരി. 1954 ആറന്മുളയിൽ നിന്ന് വാങ്ങിയ വള്ളമാണ് ആനാരി. 1986 ഈ പുതുക്കി പണിതു ആനാരിയെ. 2010 പുതിയ ചുണ്ടൻ നിർമ്മിച്ചു. ട്രോഫിയിലെ ചുണ്ടനും കപ്പിനുമിടയിൽ വിജയം കൈവിട്ടെങ്കിലും പ്രാദേശിക മത്സരത്തിൽ, അതായത് കല്ലട, പിറവം, കരുവാറ്റ, പല്ലന, പ്രസിഡന്റ് ട്രോഫി തുടങ്ങി സ്വന്തം തട്ടകമായ പായ്പാട് വരെ നിരവധി തവണ ഈ ട്രോഫി നേടിയിട്ടുള്ള ചുണ്ടനാണ് ആനാരി. അത് മാത്രമല്ല ആനാരി പുത്തൻ ചുണ്ടൻ ഇപ്പോഴും ആൾക്കാർ പറയും. ആനാരി ചുണ്ടൻ പുത്തനല്ല പഴകിയെങ്കിലും ആനാരി പുത്തൻ ചുണ്ടൻ ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്. പ്രായമായാലും സൗന്ദര്യമാണ്. അതുപോലെ വെള്ളംകുളങ്ങര നെഹ്റുവിനെ സ്വീകരിക്കാൻ അന്നുണ്ടായിരുന്ന 8 വള്ളങ്ങളിൽ പ്രധാനമായ നെപ്പോളിയൻ വള്ളമാണ് ആദ്യം വെള്ളംകുളങ്ങരക്കാർ മേടിക്കുകയും അത് വെള്ളംകുളങ്ങര ആക്കുകയും ചെയ്തത്. ഇന്ന് ആ വള്ളമാണെന്ന് ചോദിച്ചാൽ അല്ല, അതൊരു പുതിയ വള്ളമാണ്. ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങി. പക്ഷേ നമ്മുടെ പഴമയും പേരും എത്ര തറവാട് പൊളിച്ചു പണിതാലും തറവാടിന്റെ പേര് ഒന്ന് തന്നെയാണ്. അടുത്ത വള്ളത്തിലേക്ക് ഇങ്ങനെ കിടക്കുകയാണല്ലേ. അടുത്തതിനെ കുറിച്ച് പറഞ്ഞില്ല, അടുത്ത വള്ളത്തിലേക്ക് ഞാൻ വരാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വിസിൽ കാത്ത് കിടക്കുന്ന ഈ സന്ദർഭം ഒരു കുട്ടനാട്ടുകാരന്റെ, ഒരു തുഴച്ചിൽക്കാരന്റെ ഹൃദയം കിടക്കുന്നല്ലോ. അത് തന്നെ സാറേ, അതെ, സ്റ്റാർട്ടിങ് പിഴക്കരുത് എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ കുട്ടനാട്ടുകാർ മുഴുവൻ, അല്ലെങ്കിൽ ഈ കരക്കാർ മുഴുവൻ, അല്ലെങ്കിൽ വള്ളംകളി പ്രേമികൾ മുഴുവൻ, അല്ലെങ്കിൽ വള്ളത്തിലുള്ള എല്ലാ മനുഷ്യന്റെ മനസ്സിൽ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ദൈവമേ മിന്നിച്ചേക്കണേ, ദൈവമേ തുടക്കം ഗംഭീരമാക്കണമേ. അല്ലെ, വേറെ കാര്യം, ഇവർക്ക് മാത്രമല്ല ടെൻഷൻ, ഇവരുടെ വീട്ടുകാരില്ലേ, വീട്ടുകാർ. കരക്കാരെക്കാട്ടെ കൂടുതൽ എന്റെ മോൻ ആ വെള്ളത്തിലുണ്ട്, അല്ലെ എന്റെ സഹോദരൻ ആ വെള്ളത്തിലുണ്ട്. അപ്പൊ അമ്മമാരും സഹോദരിമാരും ഒരു മാസമായിട്ട് കാണാൻ കിട്ടാത്ത ആൾക്കാരാ. അമ്മ അപ്പച്ചി ഭാര്യയൊക്കെ ഞാൻ ജവഹർ താങ്കരി വള്ളം തുറയാൻ വന്നപ്പോൾ നിലവിളക്ക് കത്തിച്ച് ടിവിയുടെ മുന്നിൽ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വെരി ഗുഡ്. വെള്ളം തോറ്റപ്പം അപ്പച്ചി ബോധമില്ലെങ്കിൽ പ്രോട്ട് മറിയായിരുന്നു. അല്ല, ഇത് നടന്ന കാര്യം. അത് അല്ല, ഇത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിൽ തുഴയുന്ന പല ആൾക്കാരെയും കുടുംബാംഗങ്ങൾ കണ്ടിട്ട് തന്നെ ദിവസങ്ങളായി കാണും, മാസങ്ങളായി കാണും. ക്യാമ്പിൽ നിന്ന് വിട്ടുപോകാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയാം 2008 ജിജി കളിപ്പിക്കാൻ വന്നപ്പോ അതിലൊരു കൊച്ചുണ്ടായപ്പോ അവൻ പോയില്ല, അജി പോയില്ല, അജി ക്യാമ്പിൽ തന്നെ നിന്നു. അങ്ങനെ അധികം ആത്മവിശ്വാസവും അതോടൊപ്പം ദൃഢനിശ്ചയവും കഠിനാധ്വാനവും പ്രതിഫലിക്കുന്ന ഈ വള്ളംകളിയിൽ അവർ സ്റ്റാർട്ടിംഗ് പോയിന്റ് തയ്യാറാകുകയാണ്. ആനാരി, വെള്ളംകുളങ്ങര, കരുവാറ്റ. ഒന്നാം ട്രാക്കിൽ ആനാരി ആണെങ്കിൽ രണ്ടാം ട്രാക്കിൽ വെള്ളംകുളങ്ങര, മൂന്നാം ട്രാക്കിൽ കരുവാറ്റ ശ്രീ വിനായകൻ, നാലാം ട്രാക്കിൽ കാരിച്ചാൽ. വെള്ളംകുളങ്ങരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ആബു കോയിപ്പള്ളിയാണ് അതിന്റെ ക്യാപ്റ്റൻ. അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ ആരാണ്? IPA നോക്കിക്കേ.
സാബു ആണെങ്കിൽ റോണിയാണ് ലീഡിംഗ് ക്യാപ്റ്റൻ. ക്യാപ്റ്റനായിട്ട് വന്നിട്ടുള്ളത് വെള്ളംകുളങ്ങരയുടെ സെന്റ് ജോസഫ് ബോട്ട് ക്ലബ്ബ് കായൽപ്പുറമാണ് തുഴയുന്നത്. സ്വന്തം വള്ളം എന്ന മോഹത്തിന്റെ അവതാരമാണ് വെള്ളംകുളങ്ങര. ഈ സമയം തന്നെ ഏറ്റവും നീളമേറിയ വള്ളം, നീളമേറിയ വള്ളം എന്നൊരു ഖ്യാതി. ചില വള്ളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർട്ടിങ് ഇച്ചിരി പഴിച്ചാലും നീളമുള്ള കാരണം ചിലപ്പോൾ കയറി വന്ന വള്ളങ്ങളെ വെള്ളംകുളങ്ങരയുടെ പഴയ പേരെന്ന് പറയാം, നെപ്പോളിയൻ. ആ നെപ്പോളിയനാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന. 1975 വട്ടപ്പള്ളിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങി അന്ന് കരക്കാരെ 101 രൂപയുടെ ഒരു ഓഹരി. ഇന്ന് നമുക്കറിയാം എത്ര രൂപ, 5000, 10000 വീതം ഓരോ വീട്ടുകാരും എടുത്തിട്ടാണ്. എനിക്ക് തോന്നുന്നു വിയപുരം ചുണ്ടനെ ഇറക്കാൻ ഇക്കുറി ഒരു വളരെ രസകരമായ ഒരു കാര്യം. ആടുലേലം 1 ലക്ഷം രൂപയ്ക്കാണ് ആട് പോയത് അല്ലേ? വള്ളംകളിയോടുള്ള സ്പിരിറ്റാണ്. അതാണ് വള്ളംകളി എന്ന് പറഞ്ഞാൽ ജീവനാണ്, ജീവിതമാണ്. അതിനുവേണ്ടിയാ, മനസ്സിലായില്ലേ? അന്ന് 1975 15,000 രൂപയുടെ മൂല്യത്തിലാണ് ഈ വള്ളവും വള്ളപ്പുരയും ഇവർ സ്വന്തമാക്കുന്നത്. ജലോത്സവ പ്രേമികളായ കുളങ്ങര ഇല്ലത്തെ KG കൃഷ്ണൻ നമ്പൂതിരി, പിന്നെ ലക്ഷ്മിപുരത്ത് കൃഷ്ണപിള്ള, കല്ലമ്പള്ളിയിൽ അച്യുതക്കുറുപ്പ്, കുന്നത്ത് കുഞ്ഞച്ചൻ, കണത്തറ പത്രോസ് എന്നിവർ നേതൃത്വം നൽകിയ അഭിമാനിക്കാവുന്ന ഒരു വള്ളത്തെ വെള്ളംകുളങ്ങരയെ ഇവർ സ്വന്തമാക്കുകയായിരുന്നു. കുളങ്ങരക്കാർക്ക് വാങ്ങുന്നതിനപ്പുറം 1957, 58, 59 നെഹ്റു ട്രോഫി വിജയിച്ച ഹാട്രിക് നേടിയിട്ടുള്ള വള്ളമാണ്. 1957, 58, 59 ഹാട്രിക് നേടിയിട്ടുണ്ട് വെള്ളംകുളങ്ങര. 59 കാവാലമായിട്ട് ട്രോഫി പങ്കുവെച്ചു. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരു പ്രത്യേകതയുണ്ട്. ഇക്കുറി അഥവാ 4 പേരെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അതിൽ തുല്യം വന്നു കഴിഞ്ഞാൽ ട്രോഫി ഇക്കുറി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പങ്കുവെക്കണം. അതാണല്ലോ ശരി. അല്ല, വള്ളംകളി ആകുമ്പോൾ ഇച്ചിരി പ്രശ്നമൊക്കെ വേണം. ആരോഗ്യപരമായ ഒരു തീരുമാനം വേണം. കാരണം വള്ളം വിട്ടിരിക്കുന്നു. 2025 നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ 75 കളിവള്ളങ്ങൾ പങ്കെടുക്കുന്നതിൽ ഇപ്പോൾ 4 വള്ളങ്ങൾ 1, 2, 3, 4 എന്നിങ്ങനെ ഹീറ്റ്സ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 1, 4, 3, 2, 1 എന്നിങ്ങനെ ക്രമത്തിലുള്ള ട്രാക്കിലൂടെ കടന്നു വരികയാണ്. 1-ാം ട്രാക്കിൽ ആനാരി, 2-ാം ട്രാക്കിൽ വെള്ളംകുളങ്ങര, 3-ാം ട്രാക്കിൽ കരുവാറ്റ ശ്രീവിനായകൻ, 4-ാം ട്രാക്കിൽ കാരിച്ചാൽ. മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വള്ളങ്ങൾ തുഴച്ചിലിന്റെ ഏറ്റവും മനോഹരമായ വെള്ളത്തുള്ളികളെ ആകാശത്തേക്ക് കയറ്റിവിടുകയാണ് അല്ലെ? ഇനി നമുക്ക് കേൾക്കാവുന്ന കരുവാറ്റ ശ്രീവിനായകൻ മങ്കൊമ്പ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. 2008 ജൂൺ 13 കരുവാറ്റ ശ്രീവിനായകൻ നീരണിയുന്നത്. പക്ഷേ ആ വരവിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പുളിമുന്ന് നീരേറ്റുപുരം കരുവാറ്റ ജലോത്സവത്തിൽ നീരണിഞ്ഞതിന്റെ വിജയ സുഗന്ധം അറിയിച്ച ചുണ്ടനാണ് കരുവാറ്റ ശ്രീവിനായകൻ. കരക്കാർ എന്നതിലധികം വള്ളമുണ്ടായിരുന്നത് പ്രാദേശിക ഐക്യത്തിന്റെ സൂചനയായിട്ടാണ് ഈ വള്ളം മാറിയത്. നമുക്ക് മറ്റൊരു വള്ളം പരിചയപ്പെടാം. ആരെയാ പരിചയപ്പെടുന്നത്? നാലാമത്തെ ഇന്ന് പുന്നമടയിൽ എത്തിയിട്ടുള്ള അതിഥി അത് കാരിച്ചാൽ ചുണ്ടൻ. സിനിമാ നടനായ രഞ്ജിത്ത് സജീവാണ് അതിന്റെ ക്യാപ്റ്റൻ. ബിജു എബ്രഹാമാണ് ലീഡിംഗ് ക്യാപ്റ്റൻ. കപ്പടിക്കാൻ കാരിച്ചാൽ ടീം കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്റെ വരവ് മൈക്രോ സെക്കൻഡിന്റെ വിലയിൽ നിന്ന് ലോകത്തോട് കാണിച്ചു. നമ്മുടെ ആകാശ ദൃശ്യം കാണുമ്പോൾ അറിയാം നമുക്ക് കാണാം. മനോഹരമായിട്ടുള്ള ആകാശ ദൃശ്യം നമുക്ക് കാണാം. വള്ളപ്പാട് അകലെ എന്നൊക്കെ പറയുന്ന പോലെ വെടിതടി എന്ന് പറഞ്ഞാൽ മധ്യഭാഗത്ത് പറയുന്നതാണ്. ആ വെടിതടിയാണ് ഒരു വള്ളത്തിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. വെടിതടിയിലുള്ള ഒരു തുഴച്ചിൽക്കാരന്റെ താളം പിഴച്ചു കഴിഞ്ഞാൽ ആ വള്ളത്തിന്റെ ആക്കം കുറയും, വള്ളത്തിന്റെ വേഗത കുറയും അല്ലെ? നോക്കൂ, ഏതാണ്ട് ഒരു വള്ളപ്പാട് അകലേക്ക് വന്നിരിക്കുകയാണ്. ആണിയം എത്തുമ്പോഴേക്ക് അറിയാതെ ഇപ്പോഴെത്തുന്ന ഒരു വള്ളപ്പാട് കാരിച്ചാൽ രാജാക്കന്മാരുടെ രാജാവ്, ജലചക്രവർത്തി എന്നൊക്കെ പേര്. സാധാരണ പുന്നമട ട്രാക്കിലെ 4-ാം ട്രാക്ക് അത്ര ഗതിയുള്ള ട്രാക്കിലെന്ന് പലരും കാരണവന്മാർ പറയാറുണ്ട്. പക്ഷെ എങ്കിലും 4-ാം ട്രാക്കിൽ കുതിക്കുന്ന കാരിച്ചാൽ അതിമനോഹരമായിട്ട് അവരുടെ സ്വന്തം ക്ലബ്ബ് തന്നെയാണ് ഇത്തവണ കാരിച്ചാലെ രംഗത്തിറക്കിയിട്ടുള്ളത്. മോഹൻലാലിന്റെ ചരിവുണ്ട്, ലാലേട്ടൻ വള്ളമൊന്നും ചരിവുള്ള വള്ളമൊന്നും കേടറുള്ള വള്ളമെന്നൊക്കെ പറഞ്ഞ വള്ളമാണ്. 16 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട വള്ളം. ആ വള്ളം 4-ാം ട്രാക്കിലൂടെ അതിമിന്നൽ വേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. തുഴകൾ മാറുന്നു. ആദ്യമായിട്ട് മുൻനിരക്കാരുടെ തുഴച്ചിൽ മറുവശത്തേക്ക് മാറുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. പങ്കായങ്ങൾ നോക്കൂ, പങ്കായങ്ങൾ ഉയർന്നു പൊങ്ങുന്നു. ഒരു വള്ളത്തിന് ആക്കം കൊടുക്കുന്ന സമയത്താണ് പങ്കായങ്ങളെല്ലാം ഒരുമിച്ച് പങ്കായ ഉയരുന്ന എപ്പോഴാണെന്നറിയോ? 2 തരം ഇടവും വലവും ഒരേ ഏറ്റിന് തുഴ വീഴാൻ തുടങ്ങി കഴിഞ്ഞാൽ പങ്കായ ഊരാം. കാരണം വള്ളം വെട്ടില്ല. 1974, 75, 76 ഹാട്രിക്ക്, 80, 82, 83, 84, 82, 83, 84 ഹാട്രിക്ക്, 86, 87 ട്രോഫി, 2000, 2001, 2003, 2008, 2013, 2016, 2024 എന്നിങ്ങനെ 16 തവണ ട്രോഫി കരസ്ഥമാക്കിയ കാരിച്ചാലും കടന്നു വരുന്ന ഏത് വള്ളമാണ് മുന്നിൽ. ഇവിടെ നിർവചനം പലതും നടക്കും. നമുക്ക് കാണാം.
നാലാം ട്രാക്കിലൂടെ വള്ളങ്ങൾ. കരിനാഗമായിട്ടുള്ള കാരിച്ചാൽ അതിമനോഹരമായ വെള്ളം വീണു അവരുടെ മഴ. ഇനി മഴ വീണു, അവരുടെ ശരീരത്തെ ചൂട് കുറയും. ഇനിയാണ് പണി. ഇനി ഇതിൽ ഏറ്റവും സമയം കുറിക്കുന്നവർ ഇത് മഴ ചതിയനാകുമോ, മഴ ഗുണം ചെയ്യുമോ അനുഗ്രഹ വർഷമായിട്ട് ഈ തുഴച്ചിൽക്കാർ കാണൂ. കാരണം അവർ പുറത്തിറങ്ങി ഒരുപക്ഷെ പരിശീലന കാലയളവ് കൊണ്ടതല്ലാതെ വീട്ടിലിരുന്ന് ഈ മഴ കൊണ്ടിട്ട് ചിലപ്പോൾ എത്ര ദിവസം കഴിഞ്ഞു കാണും. കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന കാരിച്ചാൽ, മനോഹരമായിട്ടുള്ള കാരിച്ചാൽ, 16 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കാരിച്ചാൽ, ആ വാടാ പോടാ എന്നുള്ള വിളിയോടെ മറ്റുള്ളവരെ പോടാന്നും നമ്മുടെവരെ വാടാന്നും കാരിച്ചാൽ വെള്ളമാക്കിയവര് അനുഗ്രഹം ചൊരിയുന്നു. അത് മഴയല്ല, അവരുടെ അനുഗ്രഹ വർഷമാണ്. ഒരു കൈനഗരിക്കാരനാണ് ആ വള്ളത്തിൽ ഒന്നാം തുഴ. കൈനഗരിക്കാരന്റെ ആ ചൂരവും ചുത്തും അവന്റെ ശൗര്യവും പ്രകടിപ്പിച്ചുകൊണ്ട് ആ കാരിച്ചാൽ ഇങ്ങനെ വരുന്നു. കരക്കാരെ കൂടുതൽ പേരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കാരിച്ചാലിന്റെ വരവ്. കരുവാറ്റ ശ്രീവിനായകൻ. പക്ഷെ ഇവരെ ഒന്നും ഞങ്ങളെ കാണിക്കുന്നില്ലല്ലോ ഈ കാരിച്ചാലെ. അങ്ങനെ തുടങ്ങി അവന്റെ ശക്തി. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻ കാരിച്ചാൽ ചുണ്ടൻ അവന്റെ വിജയം വള്ളപ്പാടകലയാണ് കാരിച്ചാലെത്തി നിൽക്കുന്നത്. വള്ളപ്പാടും മാറി കൊടിപ്പാടകലയാണ്. കൊടിപ്പാടുകളുടെ വ്യത്യാസത്തിൽ നേരത്തെ പറഞ്ഞതൊക്കെ ഹാഫ് സിനിമ, ഒരു സിനിമയുടെ പ്രൊമോഷൻ കൂടിയാണ് ആ വള്ളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രഞ്ജിത്ത് സജീവ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഖൽബ് എന്ന് പറഞ്ഞ മലയാള സിനിമ പ്രമോഷൻ അറിയാം. ആലപ്പുഴയിലായിരുന്നു. അതെ, ആ ചിത്രീകരണം മുഴുവൻ നടന്ന ആലപ്പുഴയിലും പുന്നമടയിലും പരിസരത്തും ഒക്കെ ആയിരുന്നു, ബീച്ചിലൊക്കെ ആയിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ തന്നെയാണ് ആ സിനിമ അണിയിച്ചൊരുക്കുന്നത്. അതിന്റെ നായകനായിട്ടുള്ള രഞ്ജിത്ത് നേതൃത്വം കൊടുക്കുന്ന കാരിച്ചാൽ കാരിച്ചാൽ അങ്ങനെ 4ാം ട്രാക്കിൽ അങ്ങനെ അങ്ങ് മുന്നേറാൻ കഴിയില്ലെന്ന് എഴുതി തള്ളാൻ വരട്ടെ. 4ാം ട്രാക്കിൽ കാരിച്ചാലിനെ മോശമാക്കി പറഞ്ഞത് 16 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കാരിച്ചാൽ വള്ളം 4ാം ട്രാക്കിലൂടെ അതിവേഗം മിന്നൽ വേഗത്തിൽ കുതിച്ച മഴയെ ഗൗനിക്കാതെ അല്ലേ. കാരിച്ചാലായിപ്പോയി. നമുക്കറിയണ്ടേ 2 സ്ഥാനം ആരാ, 3ാം സ്ഥാനം തുല്യം അണിവൻ. പക്ഷെ അവര് മടുത്തു നോക്കി, അവര് ഒരു നിർത്തിയ പോലായി. കാരിച്ചാലിന്റെ ഒരു വരവിലായിരിക്കും ഫിനിഷ് ചെയ്തു. മഴ ഭീകരായി അവർ പ്രതീക്ഷിച്ച് കാണത്തില്ല. മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം. നമ്മള് കാരിച്ചാല് പോയ ഒരു ചായ കുടിക്കാറാകുമ്പോഴത്തേക്കും അങ്ങനെ പറയുന്നത് ശരിയില്ലെങ്കിലും നമ്മുടെ കമന്ററി ബോക്സിൽ പറയാറുണ്ട്, ഞങ്ങൾ വള്ളം തിരിക്കുമ്പോൾ നിങ്ങൾക്ക് വന്നാൽ മതി. എന്തായാലും അപ്രതീക്ഷിത വിജയം തന്നെ. നല്ല മനോഹരമായ വെള്ളംകുളങ്ങര നന്നായിട്ട് കളിക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ കാരിച്ചാൽ അവരെ എല്ലാം അതിവേഗം അതിദൂരം കപ്പിന് വേണ്ടി വരുന്നവരാണ്. കാരിച്ചാൽ വെള്ളം കപ്പിന് വേണ്ടി തന്നെ കളിക്കാൻ വരുന്നവരാണ്. വാശിയായിരുന്നു. ഇനി സമയം കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. പക്ഷെ എങ്കിലും വള്ളപ്പാടുകളാകലെ സാധാരണ ഔപചാരികമായി അറിയിക്കും. അതെ, അപ്പൊ പ്രമുഖ കുട്ടനാട്ടുകാരുടെ ശൈലിയിൽ ഒന്ന് പറഞ്ഞേ വിജയിച്ച കാര്യം. കാരിച്ചാൽ ചുണ്ടൻ വള്ളപ്പാടുകൾക്കല്ല കൊടിപ്പാടുകൾക്ക് വിജയം കൈവരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ അവസാനത്തെ വള്ളങ്ങൾ ഫിനിഷിംഗ് ട്രാക്കിലേക്ക് കടക്കുന്നേ ഉള്ളൂ. കരുവാറ്റ ശ്രീവിനായകനായിരുന്നു. പക്ഷേ എങ്കിലും അവർ മത്സരിച്ച് തന്നെ ചെയ്യാം. ഒരു വള്ളം കളിയല്ലേ. സാറിനോടും രണ്ടുപേരോടും പറയാനുള്ളത്, രണ്ടുപേരും തുടങ്ങിയിട്ടുണ്ടോ വള്ളത്തെ? ഇല്ല, ചെറുവള്ളങ്ങൾ കൊതുമ്പുളത്ത് തുടങ്ങി. ഇത് ചെറിയ പണിയല്ല. അല്ലല്ല നെഞ്ച് കലങ്ങും അല്ലേ. നമുക്ക് ഇവിടുന്ന് പറയാം, ആവേശം പറയാം. അങ്ങനെ ഇങ്ങനെ ഇത് കണ്ടോ, ഇപ്പൊ ഈ വള്ളം ഫിനിഷ് ചെയ്യുമ്പോൾ ഈ പയ്യൻ പുറകോട്ട് മലക്കുന്ന കണ്ടോ. അവന്റെ ശരീരം നനഞ്ഞിരിക്കുകയാണ്. അവന്റെ വായിൽ ഒരു തുള്ളി പാത വരും. ഫിനിഷ് ചെയ്ത് ഈ പയ്യൻ പുറകോട്ട് മറിയുന്ന കണ്ടോണം. ഇതാണ് ഇത് നമുക്ക് ഇതാണ് വള്ളമാണ് വെള്ളമാണ്. നെഞ്ച് വെള്ളമെന്നൊക്കെ പറയുന്ന പോലെ അല്ലേ സംഭവിക്കുന്ന. ഇതിലൊരു നാട്ടുപ്രയോഗം ഉണ്ടായി, നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. കുടിച്ച മുലപ്പാല് പുറത്തു വരും. ഈ പത വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. ഈ പത മാത്രമേ മുമ്പിൽ എടുത്തുള്ളൂ. നമുക്ക് എങ്ങനെയും തടകി തരേണ്ടി വരും. ഒരു ശ്വാസത്തിന് ഒരു തുഴയാ. അതെ, കറക്റ്റ്. ഒരു ശ്വാസത്തിന് ഒരു തുഴ. സാറേ സ്റ്റാർട്ടിങ്ങിലെ 30 തുഴ ഒന്നേന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും ചോദിക്കാറുണ്ട്. പല നമ്മുടെ സുഹൃത്തുക്കൾ വള്ളങ്ങളായിട്ട് ബന്ധമില്ലാത്ത ചോദിക്കും, ഇതിനാണ് ഇവർക്കാർക്കും 10 വരെ എണ്ണ അറിയത്തുള്ളൂ എന്ന്. 11 തന്നെ എണ്ണാ തന്നെ 1 2 3 എന്ന് പറഞ്ഞ് 10 വരെ എണ്ണിട്ടാലും കാരിച്ചാൽ ലാലേട്ടൻ സൂപ്പർ സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ വള്ളങ്ങളിലെ സൂപ്പർ സ്റ്റാർ 1ാം ഹീറ്റ്സിൽ അത് നമ്മുടെ കാരിച്ചാൽ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന വള്ളപ്പാടെന്നൊക്കെ അവിടെ പറയുന്നത് കേട്ടു. ഇതൊന്നും വള്ളപ്പാടല്ല, ഈ വള്ളത്തെ മറികടക്കാൻ പാടാണ് ചേട്ടാ എന്നേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ഹീറ്റ്സിനായി കാത്തിരിക്കാം. അതിനായി ട്രാക്ക് ഒരുങ്ങുമ്പോഴേക്ക്